സ്ഥപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. അപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ സാധന കാലമാണ് നമ്മളിപ്പോൾ ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വരുമ്പോൾ 6-ാം ദിവസം തുടർച്ച. 6-ാമത്തെ ദിവസത്തിൻ്റെ കഴിഞ്ഞ തവണ 5-ാം ദിവസമായിരുന്നു കഴിഞ്ഞ തവണ. ഇന്ന് 6-ാം ദിവസം അവസാന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ പഠിപ്പിക്കുന്നത്. അത് ഒന്ന് സ്ഥിത സമാധി, മറ്റൊന്ന് ഉന്മന സമാധി. സ്ഥിത സമാധിയും ഉന്മന സമാധിയും, ഈ 2 കാര്യങ്ങളാണ് ഭഗവാൻ 6-ാം ദിവസം അവസാനിക്കുമ്പോഴേക്കും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സ്ഥിതസമാധി, അതായത് ഒരു ഫിക്സഡ് ട്രാൻസിൽ, സിറ്റുവേറ്റഡ് ഇൻ എ ഫിക്സഡ് ട്രാൻസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതായത് ഒരു ഉറച്ച മാറ്റമില്ലാത്ത അവസ്ഥ, ഒരു ഫിക്സഡ് അവസ്ഥയിൽ, ഫിക്സഡ് ട്രാൻസ് എന്ന അവസ്ഥ, മാറ്റമില്ലാത്ത, ഇനി അതിൽ മാറ്റമില്ല, ഫിക്സഡ് ആണ് അവിടെ. ഇതാണ് സ്ഥിത സമാധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉന്മന സമാധി എന്ന് പറയുന്നത് താൽക്കാലികമായ ചില ബാഹ്യ പ്രേരണകളുടെ ഭാഗമായി സമാധി അവസ്ഥയിലേക്ക് മാറുന്നു. അതിന് മാറ്റം വരാം. കാരണം ആ ഉന്മന സമാധിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യേക സിറ്റുവേഷനിൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്നതാണ് അവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാൻ തന്നെ ചിലപ്പോൾ ചില രൂപങ്ങൾ കാണുമ്പോൾ, ചില വാക്കുകൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ സിംഹം എന്ന് കേട്ട ഉടൻ തന്നെ കാളിമാതാവിനെ ഓർമ്മ വരുന്നു, അപ്പോഴേക്കും സമാധി അവസ്ഥയിലേക്ക് പോകും. അതുപോലെ ചില നാമങ്ങൾ കേൾക്കുമ്പോൾ, ചില പേരുകൾ പറയുമ്പോൾ പെട്ടെന്ന് സമാധി അവസ്ഥ. അതായത് മനസ്സ് ഈ പല ഭാഗങ്ങളിലായി മനസ്സ് പല രൂപത്തിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ, അതായത് ഒരാളുടെ ഒരു സംസാരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് പല വഴിക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇരിക്കുന്നത് ഇവിടെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ സത്സംഗത്തിൽ ഇരിക്കുന്നു. അപ്പം നമ്മൾ സത്സംഗത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ സത്സംഗമാണ്. എങ്കിലും നമ്മൾ ഇരിക്കുന്ന നമ്മൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് അറിയാതെ സഞ്ചരിച്ചു കൊണ്ടുപോയിരിക്കും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഇടയ്ക്ക് നമ്മൾ പിടിച്ച് ഈ സത്സംഗത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് പിടിച്ചുകൊണ്ടിരുത്തും. കുറച്ച് കഴിയുമ്പോൾ നമ്മളറിയാതെ വീണ്ടും ഇത് പല വഴിക്ക് ചാടിപ്പോവും. അപ്പം ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ആ പിടിച്ചിരുത്തുന്ന മാനസിക അവസ്ഥയാണ് ഉന്മന സമാധി എന്ന് പറയുന്നത്. അതേസമയം സ്ഥിത സമാധി എന്ന് പറയുമ്പോൾ അത് പെർമനൻ്റ് ആണ്, പിന്നെ അതിന് മാറ്റം വരുന്നില്ല. ഇതാണ് പറഞ്ഞത്. അപ്പം ഗീതയിൽ, ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ 54-ാമത്തെ ശ്ലോകം, അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ഇതാണ്. അതിവിടെ സൂചനയുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ ഈ 2-ാം അധ്യായം, ഭഗവത്ഗീത 2-ാം അധ്യായം 54-ാമത്തെ ശ്ലോകം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ
കിം പ്രഭാഷേത കിം അസീതവ്രജേത കിം. ഇതാണ് അർജുനൻ ചോദിക്കുന്നത്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ. അല്ലയോ കേശവ, സ്ഥിതി സമാധി, അതായത് സ്ഥിതപ്രജ്ഞൻ ആയവൻ്റെ ലോകത്തോടുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കും? അതായത് ഈ സ്ഥിത സമാധിയിൽപ്പെട്ട, ഇവിടുത്തെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ സ്ഥിത സമാധിയിൽപ്പെട്ട ഒരാളുടെ, അതാണ് സ്ഥിതപ്രജ്ഞൻ. ആ സ്ഥിത സമാധിയിലായ ഒരാളുടെ ലോകത്തോടുള്ള ഇടപെടൽ എങ്ങനെയാണ്? അയാൾ എങ്ങനെയാണ് ഇരിക്കുക? അയാൾ എങ്ങനെയാണ് നടക്കുക? അയാളുടെ ആ ശരീരഭാഷ എന്തായിരിക്കും? അയാളുടെ സ്വഭാവം എന്തായിരിക്കും? ഇതാണ് അർജുനൻ ചോദിക്കുന്നത് സ്ഥിതപ്രജ്ഞനെ കുറിച്ച്. അതിന് ഭഗവാൻ പറഞ്ഞ മറുപടി, പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ. ഭഗവാൻ പറഞ്ഞു, പ്രജാഹതി യഥാ കാമാൻ. കാമാൻ എന്ന് പറയുമ്പോൾ വിഷയങ്ങൾ എന്നാണ്. അതായത് സർവാൻ പാർത്ഥ, ഈ കാമാൻ അതായത് നമ്മളെ ആകർഷിക്കുന്ന വിഷയങ്ങളാണ് സർവം. അത് മനസ്സ് അങ്ങോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മസ്വരൂപത്തിൽ ആത്മസ്വരൂപത്തെ ആത്മബോധത്തോടെ ഉൾക്കൊള്ളുന്ന ആരോ. മനസ്സ് പല വഴിക്ക് സഞ്ചരിക്കുന്നതാണ്. അങ്ങനെ ആത്മസ്വരൂപത്തിൽ നിന്ന് ബോധം ഉറച്ച് ആര് വിഷയങ്ങളെ മുഴുവൻ അപ്പോൾ ഉപേക്ഷിക്കുന്നുവോ. മനസ്സിങ്ങനെ പലയിടത്ത് സഞ്ചരിക്കുന്നതാണ്. ആ മനസ്സിനെ തിരിച്ചു പിടിച്ച്, ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം തിരിച്ചു പിടിച്ച് ആരാണോ ഉറപ്പിച്ച്, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ മനസ്സ് സഞ്ചരിക്കുന്ന വിഷയവസ്തുക്കളെ എല്ലാം ഉപേക്ഷിച്ച് മനസ്സ് ഉറപ്പിച്ചു നിർത്തുന്ന, ആത്മസ്വരൂപത്തിൽ ആത്മബോധത്തോടെ ഉറപ്പിച്ചു നിർത്തുന്ന ആളാരാണോ അയാളാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ ഉത്തരം കൊടുക്കുന്നു. അത് തന്നെയാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവനും മാസ്റ്റർ മഹാശയന് ഉപദേശിക്കുന്ന ഭാഗം ഈ സ്ഥിതസമാധിയും ഉന്മന സമാധിയും എന്ന് പറഞ്ഞ ഭാഗത്ത് മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. എന്നിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കേണ്ടത് സ്ഥിതസമാധിയെക്കുറിച്ചും ഉന്മന സമാധിയെക്കുറിച്ചും ഭഗവാൻ മറ്റുള്ളവർക്ക് എങ്ങനെ വിവരിച്ചു കൊടുക്കുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. ഈ രണ്ടവസ്ഥയെക്കുറിച്ച് മാസ്റ്റർക്ക് എങ്ങനെ അതായത് മാസ്റ്ററെയാണ് ഇപ്പോൾ, മാസ്റ്റർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഇത് പറയുന്നത്. അപ്പം മാസ്റ്റർക്ക് എങ്ങനെ ഇത് ഉപദേശിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്കും അറിയേണ്ടത്. കാര്യം മാസ്റ്റർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഭഗവാൻ ഈ കാര്യം അർജുനന് മനസ്സിലാക്കാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. അതേപോലെ ഇവിടെ ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്ത് ശ്രീരാമകൃഷ്ണദേവനും അർജുനൻ്റെ സ്ഥാനത്ത് മാസ്റ്റർ മഹാശയനുമാണ്. അപ്പോൾ ഈ മാസ്റ്റർ മഹാശയന് എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അത് സമാധി അവസ്ഥ എന്നാൽ ബാഹ്യബോധം പോയ പോലെ നിശ്ചലമായിരിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ കരുതിയിരിക്കുന്നത്. സമാധി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ധാരണ എന്താണ്? ബാഹ്യബോധം പോയി നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ അതല്ല ശരി. അതൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. സമാധി അവസ്ഥയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. പല തലങ്ങളിലാണ് ഈ സമാധി അവസ്ഥ അനുഭവപ്പെടുക, പല തലങ്ങളിലായിട്ട്. അതിൽ രണ്ടവസ്ഥയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ ഉന്മന സമാധിയും സ്ഥിതസമാധിയും. അതിൽ രണ്ട് സാഹചര്യം മാത്രമാണ്. പല അവസ്ഥകൾ ഒന്നിച്ചു ചേരുന്നതാണ് ഒരു സമാധി അവസ്ഥ. അതിൽ സ്ഥിതസമാധിയും ഉന്മന സമാധി എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് വേർപിരിവുകൾ മാത്രമാണ്. ഇതിൻ്റെ ആധ്യാത്മിക വശമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ, ഈ ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇത് ചർച്ച ചെയ്തത്, അത് കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത് ഈ കാര്യമാണ്. എന്താണ് അപ്പോൾ പറഞ്ഞത്?
മനസ്സ് അല്പമുണ്ടെങ്കിൽ സമാധി അവസ്ഥ ഉണ്ടാകില്ല. ഭഗവാൻ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ, അതായത് സ്ഥിതസമാധിയും ഉന്മനസമാധി എന്ന് ഉള്ള സബ് ഹെഡിങ്ങിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് ഭഗവാനുമായിട്ട് സംസാരത്തിൽ വരുന്ന അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തതാണ്, മനസ്സ് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ സമാധി അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ സമാധി അവസ്ഥ എന്നുള്ള ഒരു സാഹചര്യത്തിൽ മനസ്സെന്ന ഒന്നില്ല. മനസ്സ് പ്രവർത്തനക്ഷമമേ അല്ല, മനസ്സില്ല. മനസ്സുള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനസ്സ് സ്വാഭാവികമായി വിവിധ കാമ്യ വസ്തുക്കളിലേക്ക് സഞ്ചരിച്ച്, മനസ്സിനെ ഒരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റില്ല. മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പം മനസ്സില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സമാധി അവസ്ഥ. അതായത് മനസ്സ് അഭിരമിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. വളരെ രസകരമായിട്ടാണ് ഭഗവാൻ ഇവിടെ അത് മാസ്റ്റർക്ക് എന്ത് ഭംഗിയായിട്ടാണ് മാസ്റ്റർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മനസ്സ് പ്രവർത്തിക്കുന്നത് പഞ്ചേന്ദ്രിയ സംബന്ധമായ കാര്യങ്ങളിലൂടെയാണ്. എന്താണ് മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ? രസം, രൂപം, ഗന്ധം, സ്പർശം, ഈ വക കാര്യങ്ങളിലൂടെയാണ് ഒരു മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വസ്തുവിന് ഒരു ഭക്ഷണത്തിന് രസം അനുഭവിക്കുകയാണെങ്കിൽ, ഒരു വസ്തുവിൻ്റെ രൂപം നമ്മൾ കാണുകയാണെങ്കിൽ, ഒന്നിൻ്റെ ഗന്ധം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, ഒന്നിനെ നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ, ഈ സന്ദർഭങ്ങളാണ്, ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അർത്ഥം മനസ്സ് പ്രവർത്തിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവ തലങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്നുള്ളതല്ല, പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവ തലത്തിലൂടെയാണ്. അതായത് മനസ്സിൻ്റെ ടൂളാണ് പഞ്ചേന്ദ്രിയം. ഈ ടൂൾ ഉപയോഗിച്ചാണ് മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. എന്നാൽ ഇന്ന് ഈ അവസ്ഥയിൽ, ഈ സമാധി അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? മനസ്സ് ശുദ്ധം, അതായത് മനസ്സ് ശൂന്യം. മനസ്സ് എന്ന ഒന്നില്ല, അവിടെ ശൂന്യമാവുകയാണ്. അതാണ് സമാധി അവസ്ഥയോടെ വരുന്നത്. അതോടെ ഈശ്വരൻ, അതായത് ആത്മാവ്, ആത്മസ്വരൂപ ദർശനമായിരിക്കും പിന്നീട്. അതാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉത്തരമായി പറഞ്ഞത്. ആത്മന്യേവാത്മനാതുഷ്ടസ് എന്ന് ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത് ഈ ഒരു ഭാഗമാണ്. അതാണ് ഭഗവാനും ഇവിടെ പറഞ്ഞത്, ആത്മസ്വരൂപ ദർശനമായിരിക്കും പിന്നീട്. അതായത് ആ ഇരിക്കുന്ന ആൾ, സമാധി അവസ്ഥയിൽ ഇരിക്കുന്ന ആൾ ആത്മസ്വരൂപത്തെ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്നും കാണുന്നില്ല. അതായത് രസം, രൂപം, ഗന്ധം, സ്പർശം മുഴുവനും ഈ ആത്മസ്വരൂപ ദർശനത്തിനാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ പുറമേയുള്ള മറ്റു വിഷയകാര്യങ്ങളിലേക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ സഞ്ചരിക്കുന്നേയില്ല. ശ്രീനാരായണ ഗുരു ആത്മോപദ ശതകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ അഞ്ചിനെയും ഉള്ളടക്കി എന്ന് പറഞ്ഞിരിക്കുന്ന ആത്മോപദ ശതകത്തിൽ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഈ അഞ്ചിനെയും ഉള്ളടക്കിക്കൊണ്ട്, ഈ അഞ്ച് രസങ്ങളെയും ഉള്ളടക്കിക്കൊണ്ട് ആത്മദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണ് ആത്മസ്വരൂപ ദർശനം. ആ ആത്മസ്വരൂപ ദർശനമാണ് യഥാർത്ഥത്തിൽ സമാധി. ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. എല്ലാം ഒരേ ആത്മാവിൻ്റെ ദർശനം മാത്രമായി തീരുന്നു. മനസ്സിലായില്ലേ? അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കൽ മുമ്പ് പറഞ്ഞു. കാളി ക്ഷേത്രത്തിൽ കയറിയപ്പോൾ, നമ്മൾ ഇതിനു മുമ്പുള്ള ഭാഗത്ത് അത് പറഞ്ഞതാണ് അതിൻ്റെ വിവരങ്ങൾ. കാളി ക്ഷേത്രത്തിലേക്ക് കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന പടിയും നടപ്പടിയും വാതിലും ഉള്ളിലിരിക്കുന്ന വിളക്കും കാളി രൂപവും അതിനു മുമ്പിലിരിക്കുന്ന മറ്റു നിവേദ്യ വസ്തുക്കളും, അതിനിടയിൽ എവിടുന്നോ കയറി വന്ന പൂച്ചയും, ശ്രീകോവിലിനകത്തൊരു പൂച്ചയും കയറി വന്നു. ഈ പൂച്ചയുൾപ്പെടെ ആത്മസ്വരൂപ ദർശനമായി മാറി. അതായത് ഏതൊന്നിനെയാണോ ആത്മസ്വരൂപമായി ദർശിക്കുന്നത്, ആ ആത്മസ്വരൂപം തന്നെയാണ് പൂച്ചയിലും പിന്നെ കാണുന്നത്, ഈ പടിയിലും കാണുന്നത്, വിളക്കിലും കാണുന്നത്. എല്ലായിടത്തും അത് മാത്രമേ കാണാനുള്ളൂ.
അതുകൊണ്ടാണ് അവിടെ നിവേദിക്കാൻ വെച്ചിരുന്ന പായസം എടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തത്. പായസം എന്നുള്ളൊരു സങ്കല്പമേ ഇല്ല. ആ പായസം എടുത്ത് പൂച്ചയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ആത്മസ്വരൂപമായി പൂച്ചയെ കാണുകയാണ് ചെയ്യുന്നത്. പൂച്ചയിൽ നിന്ന് വേറിട്ടൊരു ആത്മസ്വരൂപമില്ല, എല്ലാം ഒരേപോലെ. ഇതാണ് സ്ഥിതസമാധിയുടെ അവസ്ഥ. സ്ഥിതസമാധിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് കാണുന്നതെല്ലാം ഒരു രൂപത്തിലാണ്. വ്യത്യസ്ത നമ്മളിപ്പോൾ കാണുമ്പോൾ മേശ കാണുന്നു, കസേര കാണുന്നു, ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ കാണുന്നു, നമ്മുടെ മുമ്പിലിരിക്കുന്ന മറ്റു പലതും കാണുന്നു. അതേസമയം സ്ഥിതപ്രജ്ഞനായി, അതായത് സ്ഥിതസമാധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ കാണുന്നില്ല. കാണുന്നത് ഒറ്റ രൂപമായി മാറുന്നു എന്നാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയന് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് ഒരു സന്ദർഭം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ സ്ഥിത സമാധിയിൽ വരുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ച്, ആ അവസ്ഥ ഇപ്പൊ ഇവിടെ ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിച്ചില്ലേ ആ ആൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന്. 54-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധി കിം പ്രഭാഷേത കിം സീത വ്രജേത കിം. അയാൾ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എന്താണ് അയാളുടെ അവസ്ഥ, എന്താണ് അയാളുടെ രൂപം, എന്താണ് ആ സിറ്റുവേഷൻ എന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചതുപോലെ അതിൻ്റെ ഉത്തരം എന്ന രീതിയിൽ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഒരു കഥാരൂപത്തിൽ അത് മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുത്തു. ആ കഥ ഓർമ്മയില്ലേ എന്നാണ് ഇവിടെ പറയുന്നപ്പോൾ മാസ്റ്റർ മഹാശയൻ പറയുന്നത്, ഓർക്കുന്നു, ഞാൻ ആ കഥ ഓർക്കുന്നു. എന്തായിരുന്നു ആ കഥ? ഒരു സന്യാസിയെ ഒരു ദുഷ്ടൻ തല്ലി. ആ തല്ലിക്കഴിഞ്ഞപ്പോൾ ആ തല്ലുകൊണ്ട് അവശനായി സന്യാസി. എന്നിട്ട് കുറേ പേർ ചേർന്ന് ആ സന്യാസിയെ രക്ഷിച്ചു. സന്യാസിയെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ സന്യാസിയുടെ മുറിവൊക്കെ വെച്ച് കെട്ടി. സന്യാസിയുടെ മുറിവെല്ലാം വെച്ച് കെട്ടി ആ മരുന്നൊക്കെ കൊടുത്ത് സന്യാസിയെ സുഖപ്പെടുത്തി ഡോക്ടർ. അത് കഴിഞ്ഞപ്പോൾ വേറെ ആരോ ഒരു സഹായിയായിട്ട് വന്നു. ആ ആള് സന്യാസിക്ക് പാല് കൊടുത്തു. ഇത്രയും ക്ഷീണിച്ച് അവശനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അയാൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ, സഹായിയായി വന്ന ഒരാൾ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. അങ്ങനെ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അടി കൊണ്ട സന്യാസിക്ക് ഒരുവിധം ബോധം വന്നു. ആ സന്ദർഭത്തിലാണ് പോലീസുകാർ വരുന്നത്. ഈ കേസ് അന്വേഷണത്തിന് പോലീസുകാർ അപ്പോഴാണ് വരുന്നത്. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് സന്യാസിയോട് ചോദിച്ചു, മഹസർ എഴുതണമല്ലോ, മഹസറല്ല മറ്റേ FIR എഴുതണമല്ലോ. അപ്പോൾ FIR എഴുതാനായിട്ട് സന്യാസിയോട് ചോദിച്ചു, അങ്ങയെ എവിടെ വെച്ച് ആരാണ് തല്ലിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാല് കൊടുത്ത ആൾ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, ഈ പാല് തന്ന ആളാണ് എന്നെ തല്ലിയതെന്ന്. ആലോചിച്ച് നോക്ക്, അപ്പോഴത്തെ ആ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ പാല് തന്ന ആളാണ് എന്നെ തല്ലിയതെന്ന്. അയാളാകെ കൂടെ വിഷമിച്ചു പോയി. അപ്പൊ പറഞ്ഞു, ഇയാളാണോ തല്ലിയത്? ഇയാൾ മാത്രമല്ല തല്ലേ, ഈ ചികിത്സിച്ച ആളും എന്നെ തല്ലിയതാണെന്ന്. അപ്പൊ പോലീസുകാരന് മനസ്സിലായി ഇതെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത് പറയുന്നത് എന്താണ്? ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന അങ്ങ് തന്നെയാണ് എന്നെ തല്ലിയത്. അതായത് കാണുന്നതെല്ലാം ഒരാൾ തന്നെ ആയിട്ടാണ് ഈ സന്യാസി അപ്പോൾ കാണുന്നത്. അപ്പൊ പാല് കൊടുത്ത ആൾ തന്നെയാണ് തല്ലിയത്. ചോദ്യം ചോദിക്കാൻ വന്ന, അന്വേഷിക്കത്തിന് വന്ന പോലീസുകാരനോട് അങ്ങ് തന്നെയാണ് എന്നെ തല്ലിയത്. ചികിത്സിച്ച ഡോക്ടറോട് അങ്ങ് തന്നെയാണ് എന്നെ തല്ലിയത്. അതായത് തല്ലിയതും ആര് എന്നുള്ളതിന് വ്യത്യാസം തോന്നുന്നില്ല, എല്ലാം ഒരേ ദർശനം. യഥാർത്ഥത്തിൽ തല്ലിയ ആളും ഡോക്ടറും പാല് കൊടുത്ത ആളും പോലീസുകാരനും എല്ലാം ഒരേ രൂപം ഈ സന്യാസിയുടെ മുമ്പിൽ. ഇതാണ് സ്ഥിതപ്രജ്ഞന്റെ സാഹചര്യം. ഈ കഥയാണ് മാസ്റ്റർ മഹാശയനോട് ഭഗവാൻ പറഞ്ഞത്. ആ കഥ ഓർമ്മയില്ലെന്ന്. അപ്പോൾ ആ മേൽപ്പറഞ്ഞ ആ സന്യാസിയുടെ അവസ്ഥയ്ക്ക് പറയുന്ന സന്യാസി മേൽപ്പറഞ്ഞ അവസ്ഥയിൽ എത്തിയതാണ് സമാധി അവസ്ഥ. സന്യാസി സമാധി അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് സന്യാസിക്ക് കാണുന്നതെല്ലാം ഒരേ ബ്രഹ്മരൂപം മാത്രം. തന്നെ തല്ലിയവനായാലും തന്നെ തലോടിയവനായാലും രണ്ടായാലും ഒരേ ബ്രഹ്മത്തിൻ്റെ രൂപം തന്നെയായിട്ടാണ് എല്ലാം കാണുന്നത്. സന്യാസി സ്ഥിതപ്രജ്ഞനായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അതാണ്
സന്യാസിയുടെ പ്രത്യേകത. അപ്പോൾ സ്ഥിതസമാധിയിൽ മനസ്സ് പിന്നെ ലൗകികമായ കാര്യങ്ങളിൽ ഇടപെടുകയേയില്ല. ഒരു വിഷയത്തിലേക്കും മനസ്സ് പിന്നെ പോവില്ല. അതേസമയം ഉന്മന സമാധി എന്നത് മനസ്സ് പലതരത്തിൽ ചിന്നിച്ചിതറിയ അവസ്ഥയിലുള്ള മനസ്സിനെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു 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 പ്രോസസ്സാണ് ഉന്മന സമാധി. മനസ്സ് ഇങ്ങനെ പല തരത്തിൽ സഞ്ചരിച്ചു പല ഭാഗത്തേക്ക് പോയി ചിതറിക്കിടക്കുകയാണ് മനസ്സ്. ഇപ്പം ഇവിടെ നമ്മൾ ഈ ഒരു സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചിതറി എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിടിച്ചുകൊണ്ട് ഒന്നിച്ചു നിർത്തിയിട്ട് നമ്മൾ ഈ സത്സംഗത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് എത്തിക്കുന്നത് പോലെ ഈ ചിതറിയ മനസ്സിനെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ സംയോജിപ്പിച്ച് നിർത്തി ഒരവസ്ഥയിൽ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് മനസ്സ് അല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ടുവരുന്നു. അതാണ് ഉന്മന സമാധി. ഈ ഉന്മന സമാധിക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. കാര്യം പെട്ടെന്ന് ഇത് ചിതറാം. ഈ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഉന്മന സമാധി നിൽക്കുന്നത് മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതേസമയം സ്ഥിതസമാധി മനസ്സേ ഇല്ല, ചിതറാൻ അവിടെ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ഈ സ്ഥിതസമാധിസ്ഥനായിരിക്കുന്ന അവസ്ഥയിൽ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നും. എന്തുകൊണ്ട്? അവിടെ ഈ ശരീരബോധം എന്നുള്ളതില്ല. ശരീരബോധമില്ലാത്തത് കൊണ്ട് ഒരാത്മഹത്യ തന്നെ ചെയ്യാൻ തോന്നിയാലും അറിയില്ല, അത് ആത്മഹത്യയാണെന്ന് അറിയില്ല സ്ഥിതസമാധിയിലിരിക്കുമ്പോൾ. എന്നിട്ട് ഭഗവാൻ ഇവിടെ മാസ്റ്റർ മഹാശയനോട് പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് സ്ഥിതസമാധിയിൽ ഇരിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. മാസ്റ്റർ മഹാശയനോട് പറയുന്നത്, എനിക്ക് സ്ഥിതസമാധിയിൽ ദേഹത്യാഗം ചെയ്യാൻ സാധിക്കും, പക്ഷേ ഭക്തിയും ഭക്തിസംഘവും കൈക്കൊണ്ടിരിക്കാൻ അല്പം ഒരാശ. ഭഗവാൻ പറഞ്ഞു, എനിക്ക് പോലും സ്ഥിതസമാധിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ വിവിധ ഘട്ടങ്ങളിലെ സമാധി അവസ്ഥ നമ്മൾ കാണുമ്പോൾ അതെല്ലാം ഉന്മന സമാധിയിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ നിർവഹിക്കുന്നത്, ഉന്മന സമാധിയിൽ. അതേസമയം ഭഗവാൻ അറിയാം എനിക്ക് സ്ഥിതസമാധിയിൽ ഇരിക്കണം എന്ന ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റും. അങ്ങനെ സ്ഥിതസമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, ഞാൻ ഈ ശരീരം തന്നെ പിന്നെ ഇല്ലാതായിപ്പോവും, ഈ ശരീരം തന്നെ ഞാൻ ത്യജിക്കാൻ തയ്യാറാവും. പക്ഷേ ഭഗവാൻ തന്നെ സ്വയം പറയുന്നു, എനിക്ക് അല്പം ഭക്തിയും ഈ ഭക്തി സംഘവും കൈക്കൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഇടയിലൊക്കെ ഇരിക്കാൻ എനിക്കൊരാഗ്രഹം. അതുമൂലം ദേഹത്തിൻ്റെ മേൽ അല്പം മനസ്സിരിപ്പുണ്ട്. ഭഗവാൻ പറയുന്നത്, എൻ്റെ ഈ ദേഹത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ ഈ ദേഹത്തിന് മുകളിൽ അല്പം മനസ്സിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിവിടെ നിങ്ങളോട് ഈ സംസാരിക്കാനും നിങ്ങളോട് ഇടപെടാനും പറ്റുന്നത്. അപ്പോൾ ഭഗവാന് പോലും അങ്ങനെ ഒരു ആഗ്രഹം, എനിക്ക് പോലും ആ ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഭഗവാന്റെ ആഗ്രഹത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. അതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം. ഇപ്പോൾ ശ്രീരാമൻ്റെ കഥ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. ശ്രീരാമനെ സംബന്ധിച്ച് അവതാര ഉദ്ദേശം എത്തുന്നത് വരെയും ഈ മനസ്സിനെ കീഴടക്കാതെ, മനസ്സ് കീഴടങ്ങാതെ കൊണ്ടു നടക്കാനേ പറ്റുള്ളൂ. മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടു നടക്കണം. അതേസമയം ഒരു സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയിലേക്ക് ശ്രീരാമന് കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കാര്യം ഭഗവാനാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ സീതയില്ല, ലങ്കയില്ല, രാവണനില്ല, ഹനുമാനില്ല, സുഗ്രീവനില്ല, ആരുമില്ല. ഈ കാനനവാസമില്ല, പന്തീരാണ്ടില്ല, ദശരഥനില്ല, അയോധ്യയില്ല. എല്ലാം സർവം ബ്രഹ്മമയം. പക്ഷെ അല്പം മനസ്സ് ബാക്കി വച്ചുകൊണ്ട് എന്തിനാണോ താൻ അവതാരം എടുത്തത് ആ അവതാര ലക്ഷ്യത്തിന് വേണ്ടി അല്പം മനസ്സ് മാറ്റി വെച്ചുകൊണ്ടാണ് ശ്രീരാമൻ മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവനും ഇവിടെ പറയുന്നത്. അല്പം മനസ്സ്
വെച്ചുകൊണ്ട്, മനസ്സ് അവശേഷിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഇവിടെ ഈ ദക്ഷിണേശ്വരത്ത് ഈ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നാൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്നാണ് ചുരുക്കം. ഇതിൽ പരം മാസ്റ്റർ മഹാശയന് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തരമായ ഒരു ഉപദേശം വേറെന്തുണ്ട്? ഇത് നേരിട്ട് ഭഗവാനിൽ നിന്ന് കേൾക്കാൻ ആ കാൽച്ചുവട്ടിൽ ഇരിക്കുന്ന മാസ്റ്റർ മഹാശയന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര പുണ്യാത്മാവായിരിക്കണം. ആ പുണ്യാത്മാവിൻ്റെ പ്രവർത്തന ഫലം പിന്നീട് നമുക്ക് ലഭ്യമാകുന്നു. അപ്പോൾ നമ്മൾ എത്ര പുണ്യാത്മാക്കളായിരിക്കണം? സ്വയമേവ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആ ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമായി നമ്മളും ഈ ഭാഗത്ത് വന്നിരിക്കുന്നു. ഭഗവാൻ എന്നാണോ മാസ്റ്റർ മഹാശയനെ ഇരുത്തി ഈ കാര്യങ്ങൾ പറഞ്ഞത്, ആ കാര്യങ്ങൾ, ആ വാക്കുകൾ, ആ അർത്ഥത്തിൽ, ആ ലക്ഷ്യത്തോടുകൂടി, ആ ഒരു അറ്റ്മോസ്ഫിയറോടുകൂടി ഇത്രയും കാലങ്ങൾക്ക് ശേഷം നമുക്കും ഇരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇരിക്കാനുള്ളൊരു അവസരം ഭഗവാൻ തരുന്നു. അപ്പോൾ നമ്മൾ എത്ര പുണ്യാത്മാക്കളായിരിക്കണം? അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇതാണ് പ്രധാനമായിട്ടും ഈ 6-ാം ദിവസം ഭഗവാൻ മാസ്റ്റർ മഹാശയന് നൽകുന്ന പ്രധാനപ്പെട്ട ഉപദേശം. ഇതിലെല്ലാം ഉള്ളടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഉപദേശത്തിൽ, ഈ സ്ഥിതസമാധിയെക്കുറിച്ചും ഉന്മന സമാധിയെക്കുറിച്ചും പറഞ്ഞ ആ സന്ദർഭത്തിൽ, ആ ഉപദേശത്തിൽ സമാധി അവസ്ഥയെക്കുറിച്ചുള്ള പാഠം മാത്രമല്ല, ഭഗവാന്റെ അവതാരോദ്ദേശം, ഈ ശരീരം എടുത്തതിൻ്റെ ഉദ്ദേശം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്നത്. അത്രയും ബോധ്യപ്പെട്ട് കഴിയുന്ന ഒരു മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് പൂർണ്ണമായും ആ ഭഗവത് കൃപയ്ക്ക് പാത്രമായി കഴിഞ്ഞു എന്നുള്ളതാണ്. എത്രമാത്രം ആ തൻ്റെ ജന്മോദ്ദേശം എന്താണെന്ന് 100% ഉറപ്പായി കഴിഞ്ഞു മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഒരു ടൂളായി മാറി എന്നുള്ള സ്വയം ബോധത്തിലേക്ക് മാസ്റ്റർ മഹാശയനും വന്നു. അങ്ങനെ ഒരു സ്വയം ബോധത്തിലേക്ക് മാസ്റ്റർ മഹാശയൻ മാത്രമല്ല വരുന്നത്, ഈ കേൾക്കുന്നതും വായിക്കുന്നതും പിന്നീട് ഇത് മനസ്സിലാക്കുന്നതുമായ എല്ലാവരും ഈ അവസ്ഥയിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും ഈ അവസ്ഥ വന്നു ചേരുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ഈ വചനാമൃതത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ആ അർത്ഥത്തിലായിരിക്കണമല്ലോ. അല്ലെങ്കിൽ ഇതൊരു നോവൽ വായിക്കുന്ന പോലെ ഇരിക്കും. വായിച്ച് ഇത്ര പേജുണ്ട്, 10, 350, 500 പേജുള്ള 1-ാം വോള്യം, വായിച്ചങ്ങ് തള്ളിപ്പോയി. അതുകൊണ്ട് എന്ത് പ്രയോജനം? ആർക്ക് പ്രയോജനം? അപ്പം അങ്ങനെ വായനയിൽ ഈ മനസ്സ് എവിടെയൊക്കെയോ ചിതറിപ്പോയ വായനയായി. ഇവിടെ നമ്മൾ ലഭ്യമാകുന്നത് ഭഗവാൻ എത്രമാത്രമാണ് ഈ സമാധിയവസ്ഥയുടെ വിവരണത്തിലൂടെ നമ്മുടെ മനസ്സിനെ കൂടെ ഏകാഗ്രമാക്കാനുള്ള പാഠമാണ് ഇവിടെ തന്നത്. ആ ഏകാഗ്രതയാണ് ഭഗവാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. അത് പിന്നീട് തുടർന്ന് മാസ്റ്റർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അതായത് പിന്നെ ഭഗവാൻ തന്നെ ആ ചിന്നിച്ചെതറിയ മനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് ഭഗവാൻ ആ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കമാർപുക്കൂറിൽ മതിൽ, ഞാൻ ആ ഭാഗം വെറുതെ ഒന്ന് വായിക്കാം. കാര്യം നമ്മളതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഏതായാലും അതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടാണ്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അവിടെ കമാർപുക്കൂറിൽ മതിലിനകത്ത് മാളത്തിൽ കീരി താമസിക്കുന്നത് കണ്ടിട്ടുണ്ട്. മാളത്തിനുള്ളിൽ ബഹുസുഖമായി പാർക്കുന്നു. ചിലരതിൻ്റെ വാലിൽ ഇഷ്ടിക കെട്ടി വിടുന്നു. അപ്പോൾ ഇഷ്ടികയുടെ ഭാരം കൊണ്ട് മാളത്തിൽ നിന്നും പുറത്തു വീഴുന്നു. മാളത്തിനകത്ത് കടന്ന് സുഖമായിട്ട് പാർക്കാൻ എത്ര തവണ ശ്രമിച്ചാലും ഇഷ്ടികയുടെ ഖനം കൊണ്ട് താഴോട്ട് വഴുതി വീഴുന്നു. ഈ കീരിയുടെ അവസ്ഥയാണ് ഭഗവാൻ പറഞ്ഞ ഈ കമാർപുക്കൂറിലെ മതിലിലെ ആ പൊത്തയ്ക്കുള്ളിൽ കഴിയുന്ന കീരിയുടെ അവസ്ഥയിലാണ് നമ്മൾ. ആ നമ്മുടെ വാലിൽ ലൗകിക ആകർഷണങ്ങളാകുന്ന ഇഷ്ടിക കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഈ പറയുന്ന സ്വസ്ഥമായ ആ പൊത്തയ്ക്കുള്ളിൽ നമ്മളാകുന്ന കീരിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഈ ലൗകിക മനുഷ്യരെല്ലാം കൂടെ നമ്മുടെ
പുറത്ത് ഈ ഇഷ്ടിക ഭാരം, ലൗകിക സുഖങ്ങളുടെയോ അല്ലെങ്കിൽ കാമനകളുടെ ഇഷ്ടികകൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ അതുകൊണ്ട് എന്ത് പറ്റും, ഈ ഈ പൊത്ത്, ഈ മതിലിനുള്ളിലെ പൊത്ത് എന്ന് പറയുന്നത് ഈ വചനാമൃതമാണ്. ഈ വചനാമൃതം തന്നെയാണ് ആ പൊത്ത്. ആ വചനാമൃതത്തിനകത്ത് സ്വസ്ഥമായി ഇരിക്കാനുള്ള അവസരം നമുക്കുണ്ട്. പക്ഷേ ലൗകിക കാമനകളാകുന്ന ഇഷ്ടിക മറ്റുള്ളവരെല്ലാവരും കൂടെ, അല്ലെങ്കിൽ ഈ ലോകം നമ്മുടെ പുറത്ത് വെച്ച് കെട്ടിയിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാലിൽ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സ്വസ്ഥമായ ഈ വചനാമൃതത്തിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല അധിക സമയം. നമ്മൾ അപ്പോഴേക്കും പുറത്ത് വീഴും. എത്രയൊക്കെ അകത്തോട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും വീണ്ടും നമ്മൾ പുറത്ത് വീഴും. ഈ വചനാമൃതത്തിനകത്ത് നമ്മൾ അതിമനോഹരമായ, അതിസുഖകരമായ അവസ്ഥയാണ്. ഇതിൽ സുഖം മാത്രമേ ഉള്ളൂ. ദുഃഖത്തിൻ്റെ ഒരു അംശം പോലും ഇതിനകത്തില്ല. ദുഃഖത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇത് ഈ എഴുത്തുകാരോട് സംസാരിക്കുക, അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലുള്ളവരൊക്കെ വന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഗിരീഷ് ചന്ദ്ര ഘോഷിനോടൊക്കെ പറഞ്ഞത്, നീ നാടകം എഴുതുകയോ അല്ലെങ്കിൽ അവതരിപ്പിക്കുകയോ എന്ത് വേണേൽ ചെയ്തു, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നീ ചെയ്യേണ്ടത് ഈ ദുഃഖം അനുഭവിക്കുന്ന കഥകൾ ഒരിക്കലും പറയരുത്. അതായത് ട്രാജഡി ഒരിക്കലും അവതരിപ്പിക്കരുത്. കാരണം മനുഷ്യ മനസ്സെന്താണെന്ന് ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചു. അതായത് സ്ഥിതസമാധിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം മനസ്സ് തന്നെ ഇല്ലാതാവുന്നതാണ്. അതേസമയം ഉന്മനസമാധിയിൽ പ്രധാന ഘടകം മനസ്സ് തന്നെയാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു നാടകക്കാരൻ, അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ, ആരും ആവട്ടെ, കഥാപ്രസംഗക്കാരൻ ആരും ആവട്ടെ, ആരായാലും ഒരിക്കലും ദുഃഖത്തിൻ്റെ കഥകൾ അവതരിപ്പിക്കരുത്. അത് മനസ്സിന് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണം അവതരിപ്പിക്കാൻ. മനസ്സിന് ഉത്കർഷ ഉണ്ടാകുന്ന കാര്യങ്ങൾ വേണം അവതരിപ്പിക്കാൻ. കഥ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദുഃഖകഥ, അതായത് പൊതുസമൂഹത്തെ കീഴടക്കാൻ വേണ്ടി ദുഃഖകഥ ഉണ്ടാക്കുമല്ലോ, അങ്ങനെയുള്ള ദുഃഖകഥകൾ ഉണ്ടാക്കരുത് എന്ന് ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിനോടും പറയുന്നുണ്ട്. അതേപോലെ സാഹിത്യകാരന്മാരും കവികളും ഒക്കെ ആയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലുള്ളവരൊക്കെ വരുമ്പോൾ ഭഗവാൻ ഇത് പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. ദുഃഖത്തിൻ്റെ കഥ ഒരിക്കലും പറയരുത്. മനസ്സിൻ്റെ സ്വതവേയുള്ള ഭാവം അത് ആനന്ദത്തിൻ്റെ ഭാവമാണ്. എന്തിനാണ് ആവശ്യമില്ലാതെ ആനന്ദഭാവത്തിലിരിക്കുന്ന മനസ്സിലേക്ക് ദുഃഖത്തിൻ്റെ കഥ ആവശ്യമില്ലാതെ പറയുന്നത്? ദുഃഖം ഓൾറെഡി ദുഃഖമുണ്ട്, അതാണ് ഇഷ്ടികകൾ. നമ്മൾ ഈ സുഖമാകുന്ന പൊത്തിൽ ഇരിക്കാൻ പറ്റാത്ത വിധം നമ്മളെപ്പോലുള്ള കീരികളുടെ വാലിൽ ദുഃഖമാകുന്ന അല്ലെങ്കിൽ കാമനകളാകുന്ന ഇഷ്ടിക കെട്ടിത്തൂക്കിയിട്ടുണ്ട്. സ്വതവേ ഈ ഇഷ്ടികയും കെട്ടിത്തൂക്കി നടക്കുന്ന നമ്മുടെ മുമ്പിൽ ഈ ദുഃഖത്തിൻ്റെ കഥകൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് ഭഗവാൻ അവരോട് ചോദിച്ചത്. അതുതന്നെയാണ് ഇവിടെയും ഭഗവാൻ ഈ ഭാഗത്തത് സൂചിപ്പിക്കുന്നത്, മാസ്റ്റർ മഹാശയനോട് സൂചിപ്പിക്കുന്നത്. അത് പിന്നീട് ആ ഒരു തരത്തിലുള്ള ആ സംഭാഷണം ഇങ്ങനെ നീണ്ട് വളരെ ഒരു 2-3 സംഭാഷണങ്ങളോടെ നീണ്ടു വരുന്നുണ്ട്. അങ്ങനെ ആ ദിവസം അവസാനിക്കുകയാണ്. 6-ാം ദിവസം അങ്ങ് അവസാനിക്കുകയാണ്. ഇനിയാണ് ഒരു പ്രധാന കാര്യം. നമ്മളിത് വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. 6-ാം ദിവസം വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ, ഒരു ദിവസം എന്തെല്ലാം നടക്കുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, അവിടെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് മാസ്റ്റർ മഹാശയൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതേസമയം 7-ാം ദിവസത്തിലേക്കും 8-ാം ദിവസത്തിലേക്കും കടന്നപ്പോൾ പിന്നെ ഡീറ്റെയിൽസേ ഇല്ല. 2 ദിവസത്തെ കാര്യത്തിൽ പിന്നെ ഡീറ്റെയിൽസ് ഇല്ല. അതിൽ 7-ാം ദിവസത്തിൻ്റെ വരുമ്പോൾ ഇവിടെ തന്നെ അത് ആ ഭാഗം കാണാം. അതെ, ഈ അധ്യായം തീരുന്ന സമയത്ത് മാസ്റ്റർ രാത്രി ആ മുറിയിൽ പാർത്തു. പഞ്ചവടിയിലെ മുറിയിൽ താമസിക്കാനാണ്, അതായത് ഈ 6-ാം ദിവസം അവസാനിക്കുമ്പോൾ പഞ്ചവടിയിലെ മുറിയിൽ താമസിക്കാനാണ് ഭഗവാൻ നിർദ്ദേശിച്ചത്.
മാസ്റ്റർ താമസിക്കാൻ തിരഞ്ഞെടുത്തത് നഹബത്തിലെ മുറിയാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ടു. അപ്പോഴും മാസ്റ്റർ പറഞ്ഞതാണ്, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് പഞ്ചവടിയിലെ ആ മുറി നിനക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്തുകൊണ്ടോ മാസ്റ്റർ അതല്ല സ്വീകരിച്ചത്. മാസ്റ്റർ ഈ സംഗീതശാലയിലെ മുറിയാണ്, ശാരദാദേവി വരുമ്പോൾ താമസിക്കാറുള്ള സംഗീതശാലയിലെ മുറിയാണ് സ്വീകരിച്ചത്. കാര്യം അവിടെ ഇരിക്കുമ്പോൾ ഗംഗ കാണാം, ആകാശം കാണാം എന്നൊക്കെ. കാര്യം 2 നിലയാണ്. 2ാമത്തെ നിലയുടെ മുകളിലിരുന്നാൽ വിശാലമായ ആ രാത്രിയിൽ ഇരിക്കുമ്പോൾ നല്ല സന്തോഷകരമായ, പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു മുറിയാണത്. സംഗീതശാലയായതുകൊണ്ട് അത് ഇത്തിരി കൂടെ മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഈ പഞ്ചവടിയിലെ സാധന കുടീരം അതൊരു കുടില് പോലെയാണ്. അതൊരു സാധന കുടീരം മാത്രമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു അവിടെ ആ പഞ്ചവടിയിലെ സാധനാ കുടീരത്തിൽ തങ്ങാനാണ് മാസ്റ്റർ മഹാശയനോട് പറഞ്ഞതെങ്കിലും മാസ്റ്റർ മഹാശയൻ അത് കേട്ടില്ല അന്ന് ആദ്യം. പക്ഷെ ഇന്ന് ഭഗവാൻ പറഞ്ഞു, ഇന്ന് ഈ രാത്രി നീ അവിടെ തങ്ങിയാ മതി എന്ന് പറഞ്ഞു. ഈ പഞ്ചവടിയിലെ എന്തിനാണ് ഭഗവാൻ ആ പഞ്ചവടിയിലെ ആ മുറിയിൽ ഇരിക്കാൻ പറഞ്ഞത്? നമ്മൾ ചിന്തിക്കാവുന്നതാണ് നമുക്ക്. എന്തായിരിക്കും ആ കാരണം? അതിനൊരു പ്രധാന കാരണം ശ്രീരാമകൃഷ്ണദേവന്റെ ആധ്യാത്മിക അവസ്ഥയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് ആ മുറിയിലാണ്. ശ്രീരാമകൃഷ്ണദേവന്റെ തന്നെ ആധ്യാത്മിക അവസ്ഥയുടെ സാധനയുടെ ആദ്യ ദിവസം, ഔദ്യോഗികമായി എന്നൊക്കെ പറയാവുന്ന പോലെ ആദ്യ ദിവസം ആരംഭിക്കുന്നത് ഈ ദക്ഷിണേശ്വരത്ത് വന്നതിന് ശേഷം ആദ്യമായി ആരംഭിക്കുന്നത് ഈ പഞ്ചവടിയിലെ ഈ മുറിയിലാണ്, ഈ കുടീരത്തിലാണ്. തോതാപുരി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഈ മുറിയിൽ, ഈ കുടീരത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ ഇരിക്കുന്നത്. ആ കഥ നമുക്കറിയാവുന്നതാണ്. ആ കഥ ലീലാമൃതമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ആ പൂർണ്ണരൂപം ലീലാമൃതത്തിൽ അതെല്ലാം ഉണ്ട്. തോതാപുരി ശ്രീരാമകൃഷ്ണദേവനെ ഇരുത്തിയ മുറിയാണ്. ആ മുറിയിലാണ് മാസ്റ്റർ മഹാശയനോട് ഇരിക്കാൻ പറയുന്നത്. ഈ രാത്രി നീ അവിടെ ഇരിക്കുക. കാരണം തീർച്ചയായിട്ടും ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളിൽ ഉണ്ടാകാവുന്ന എല്ലാ ഉയർച്ചയ്ക്കും ഈ മുറിയിലെ സഹവാസം പൂർണ്ണമായും ഉപകരിക്കുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഇന്ന് നീ നിർബന്ധമായിട്ടും ഈ രാത്രി ആ മുറിയിൽ തന്നെ താമസിക്കണം. ശ്രീരാമകൃഷ്ണദേവനും തോതാപുരിയും പഞ്ചവടി കുടീരത്തിൽ അത് ആ സന്ദർഭം വിവരിക്കുന്നുണ്ട് ലീലാമൃതത്തിൽ. കാര്യം ശ്രീരാമകൃഷ്ണദേവനെ ആ പഞ്ചവടിയിലെ ആ മുറിയിൽ കൊണ്ടിരുത്തി മന്ത്രോച്ചാരണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രോച്ചാരണങ്ങൾ കാരണം പഞ്ചവടി മാത്രമല്ല, അതിന് തൊട്ടടുത്തുള്ള വനപ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ മന്ത്രോച്ചാരണം മുഖരിതമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇരിക്കുമ്പോൾ. അതിന് മനോഹരമായി അവതരിപ്പിച്ചത് ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ അത് മനോഹരമായി അവതരിപ്പിച്ചത് ശ്രീരാമകൃഷ്ണദേവനെ അവിടെ ഇരുന്ന് ആ പഞ്ചവടിയിലെ ആ കുടീരത്തിലിരുന്ന് മന്ത്രോച്ചാരണങ്ങൾ നടത്തി ശ്രീരാമകൃഷ്ണദേവന്റെ ആധ്യാത്മിക സാധനയ്ക്ക്, അതായത് ദീക്ഷ നൽകുന്നതിന് തോതാപുരി തയ്യാറെടുക്കുമ്പോൾ ഗംഗയുടെ മാർവിടത്തിൽ പുതിയൊരു ജീവൻ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. ഗംഗയുടെ മാറിടത്തിൽ ഒരു പുതിയ ജീവൻ സഞ്ചരിച്ചു. ഗംഗ എന്നല്ല പറയുന്നത്, ഭഗീരഥി എന്നാണ് പറയുന്നത്. ഇപ്പൊ കുറെ കൂടെ ദൈവികമായ അവസ്ഥയിലാണ് ഗംഗയെ കാണുന്നത്. ഭഗീരഥി എന്ന പേരിലാണ്. ഗംഗ തന്നെയാണ്, പക്ഷെ ഭഗീരഥി എന്നുള്ള ആ പേരിലേക്ക് ആണ് അവിടെ വിവരിക്കുന്നത്. അപ്പൊ ഈ ഭഗീരഥിയുടെ ഉദ്യമം എന്താണ്? ഭഗീരഥിയുടെ ഉദ്യമം അത് പെട്ടെന്ന് അതിൻ്റെ ഒഴുക്ക് കൂടുകയാണ്. ഈ ഭഗവാൻ അവിടെ സാധന അനുഷ്ഠിക്കാനായിട്ട് ഭഗവാന്റെ സാധന ആ സന്യാസ ദീക്ഷാ ക്രമങ്ങളിലേക്ക് അവിടെ ഇരുന്ന് സാധനാക്രമങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ തോതാപുരിയുടെ നിർദ്ദേശം അനുസരിച്ച് അവിടെ ഇരുന്ന് തുടങ്ങിയപ്പോൾ, ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ഇരുന്നപ്പോൾ ഭഗീരഥി അതിവേഗം ഒഴുകാൻ തുടങ്ങി. എന്തിനാണ്?
ഈ ലോകം മുഴുവൻ ഇനി അറിയിക്കണം. എന്തറിയിക്കണം? ഈ ലോകത്തിൻ്റെ തന്നെ ഹിതത്തിനായി വ്രതം അവലംബിക്കുന്നു എന്ന സന്തോഷ വാർത്ത എല്ലായിടത്തും അറിയിക്കാനുള്ള സന്തോഷം കൊണ്ട് ഭഗീരഥി ശക്തിയായിട്ടാണ് അന്ന് ഒഴുകിയതെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ ലോകത്തെല്ലായിടത്തും അറിയിക്കണം. ഭഗീരഥി ഒഴുകി ചെല്ലുന്നിടമെല്ലാം, ഗംഗാനദി എത്തുന്ന എല്ലാ തീരങ്ങളിലേക്കും ഈ സന്തോഷ വാർത്ത അറിയിക്കാനുള്ള വെമ്പൽ കൊണ്ട് ഗംഗാനദി കുതിച്ചു പായുകയാണ്. ലോകത്തിൻ്റെ സംരക്ഷണാർത്ഥം, ലോകഹിതത്തിനു വേണ്ടിതാ ശ്രീരാമകൃഷ്ണൻ സാധന ആരംഭിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത എല്ലായിടും അറിയിക്കാനായിട്ട് വെമ്പൽ പൂണ്ട് ഗംഗാനദി കുതിക്കുകയാണ്, ഭഗീരഥി കുതിക്കുകയാണ്. എന്നിട്ട് ഈ ദീക്ഷ നൽകിയ ശേഷം അദ്വൈത ഭാവത്തിലും സമാധിയും നേടിയെടുക്കാൻ വേണ്ടി തോതാപുരി വളരെ പരിശ്രമിച്ചു. തൻ്റെ സിദ്ധികൾ മുഴുവനും എടുത്തുപയോഗിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ ഈ സിദ്ധി കൈവരുന്നതിന് വേണ്ടി താൻ ആർജിച്ച എല്ലാ ആധ്യാത്മിക ശക്തിയും എടുത്തുപയോഗിച്ചു. അങ്ങനെ നിർവികൽപ്പ സമാധിയിലേക്ക് ഭഗവാനെ നയിക്കുന്നതിന് വേണ്ടി തോതാപുരി കഠിനമായി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു, നടന്നില്ല. അവസാനം ആ മൂലയ്ക്ക് കിടന്ന, ആ പഞ്ചവടിയിലെ ആ കുടീരത്തിൻ്റെ മൂലയ്ക്ക് അവിടെ കിടന്ന ഒരു കുപ്പിച്ചില്ലെടുത്തിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ ഭ്രൂമധ്യത്തിലേക്ക് ആഞ്ഞുകുത്തി. എന്നിട്ട് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞു. അതോടെ നിശ്ചലാവസ്ഥയിലായി ശ്രീരാമകൃഷ്ണദേവൻ. തോതാപുരി ആ മുറി, പഞ്ചവടിയിലെ ആ മുറി പൂട്ടി പുറത്തിറങ്ങി. 3 ദിവസം കഴിഞ്ഞാണ് തോതാപുരി ശിഷ്യൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വന്ന് നോക്കുന്നത്. വന്ന് നോക്കുമ്പോൾ കാണുന്നത് നിർവികൽപ്പ സമാധിയിലിരിക്കുന്ന, അതായത് ജീവന്റെ അംശം ആ ദേഹത്തുണ്ടെന്ന് പോലും അറിയില്ല. നിർവികൽപ്പ സമാധി. തോതാപുരി അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. 40 വർഷത്തോളം ഞാൻ നടത്തിയ സാധന കൊണ്ടാണ് ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റിയത്. ആ 40 വർഷത്തെ കഠിന ശ്രമത്തിന് പകരം വെറും 3 ദിവസം കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ, ഗദാധരൻ അതാർജിച്ചത് എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആ തോതാപുരിയുടെ ഒരു വലിയ ഉത്കർഷയുണ്ട്. അതിന് 3 ദിവസമേ വേണ്ടി വന്നുള്ളൂ. ആ സ്ഥലത്താണ് മാസ്റ്റർ മഹാശയനോട് പോയിരിക്കാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. എന്നിട്ട് അന്ന് രാത്രി മാസ്റ്റർ മഹാശയൻ അവിടെ പോയി സാധന ചെയ്യുകയാണ്. തോതാപുരി 3 ദിവസം കഴിഞ്ഞ് വന്ന് എങ്ങനെയാണോ നോക്കി നിന്നത്, ഇവിടെ അടുത്ത ദിവസം 7-ാം ദിവസം രാവിലെ ശ്രീരാമകൃഷ്ണദേവൻ ആ മുറിയുടെ പുറത്ത് ജനലിൽ കൂടെ നോക്കി നിൽക്കുകയാണ്. അകത്തിരിക്കുന്ന മാസ്റ്റർ മഹാശയനെ നോക്കിയിരിക്കുക മാത്രമല്ല, ശ്രീരാമകൃഷ്ണദേവന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രു ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. തൻ്റെ ശിഷ്യന്റെ അവസ്ഥ കണ്ടിട്ട്. എന്തായിരുന്നു അവസ്ഥ? മാസ്റ്റർ മഹാശയൻ ആ രാത്രി മുഴുവൻ ഇരുന്ന് ഭജിക്കുകയായിരുന്നു. അതിൻ്റെ കുറച്ചു ഭാഗം ഇവിടെ വചനാമൃതത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ മഹാശയൻ തന്നെ. സാധനയില്ല, ഭജനയില്ല, ബോധഹീനൻ ദീനൻ നീചനും ഞാൻ, സ്വാമിൻ പരിശുദ്ധിയേകും എന്നിൽ, ശ്രീമത്താം നിൻ കരസ്പർശമൊന്നാൽ എന്ന് പറഞ്ഞ് ആ കീർത്തനം ചൊല്ലുകയാണ്. സാധനയില്ല, ഭജനയില്ല, ബോധഹീനൻ ദീനൻ നീചനും ഞാൻ. ബോധഹീനൻ ദീനൻ നീചനും ഞാൻ എന്ന ആ വരി ചൊല്ലിയത് കേട്ടിട്ടാണ് ശ്രീരാമകൃഷ്ണദേവന്റെ കണ്ണിൽ നിന്ന് ഈ ആനന്ദാശ്രുക്കൾ ഇങ്ങനെ, അത് കേട്ടാണ്. ആ വാക്കുകൾ, ആ വരി കേട്ടതോടുകൂടി ശ്രീരാമകൃഷ്ണദേവന്റെ കണ്ണുകളിൽ നിന്നിങ്ങനെ, ഇവിടെ മാസ്റ്റർ മഹാശയൻ തന്നെ എഴുതിയിട്ടുണ്ട്, ആ ഭാഗം കേട്ട് അദ്ദേഹത്തിൻ്റെ മിഴികളിൽ നീർ വഴിഞ്ഞു, കണ്ണീരിങ്ങനെ പൊഴിഞ്ഞു, സന്തോഷാശ്രു പൊഴിഞ്ഞു. പിന്നെയും പാട്ടുപാടുക. അങ്ങനെ ആ ദിവസവും അവസാനിക്കുകയാണ്. ആ ദിവസത്തെയും അവിടെ പിന്നീട് വിവരണങ്ങളില്ലാത്തതിൻ്റെ കാരണം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആ ദിവസങ്ങളിൽ
ആ ദിവസവും പൂർണ്ണമായും മാസ്റ്റർ മഹാശയൻ അവിടെ സാധനയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആ ഒരു പകലൂടെ, തലേ രാത്രി ഇരുന്നു, അടുത്ത പകലൂടെ അവിടെ ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് അപ്പം 7-ാം ദിവസം പുലർന്നു. ആ ദിവസം മുഴുവനും അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് 7-ാം ദിവസം രാത്രിയും അവിടെ ഇരുന്നു. ആ രാത്രിയിലും അവിടെ അതേപോലെ തുടരുകയാണ്. അപ്പോൾ 2 പകലും അല്ല 2 രാത്രിയും 1 പകലും. 6-ാം ദിവസം രാത്രിയിലാണ് അവിടെ ഇരിക്കാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. 7-ാം ദിവസം പകല്, പിന്നെ 7-ാം ദിവസം രാത്രി. അപ്പോൾ 2 രാത്രിയും 1 പകലും കഴിഞ്ഞ് 8-ാം ദിവസം പുലരുകയാണ്. അല്ല, 9-ാം ദിവസം പുലരുകയാണ്. 6-ാം ദിവസം രാത്രിയിൽ ഇരുന്നു, 7-ാം ദിവസം പകല് മുഴുവൻ ഇരുന്നു, അന്ന് രാത്രിയിലും ഇരുന്നു. പിറ്റേ ദിവസം 8-ാം ദിവസവും കഴിഞ്ഞ് 9-ാം ദിവസം, 8-ാം ദിവസവും കഴിഞ്ഞിട്ട് 9-ാം ദിവസം. അപ്പോൾ 7ഉം 8ഉം ദിവസങ്ങൾ പൂർണ്ണമായും അതിനകത്ത് തന്നെ ഇരുന്നു. അപ്പോൾ 2 പകലും 2 രാത്രി ഭഗവാന്റെ ആ സാധനാക്രമത്തിൽ ഏർപ്പെട്ട് അതിനകത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗത്ത് പിന്നീട് പുറമേയുള്ള ഒരു വിവരണങ്ങളും മാസ്റ്റർ മഹാശയൻ നൽകിയിട്ടേയില്ല. അപ്പം 2 ദിവസം സമ്പൂർണ്ണാവസ്ഥയിൽ എവിടെയാണോ ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായിട്ട് ദീക്ഷ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ നിർവികൽപ്പ സമാധി, ആ നിർവികൽപ്പ സമാധി അവസ്ഥയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ എത്തിച്ചേർന്ന ആ സ്ഥലത്താണ് മാസ്റ്റർ മഹാശയൻ ഇരുന്ന് സാധന ചെയ്യുന്നത്. വേറെ ആർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. വേറെ ആർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതും ശ്രീരാമകൃഷ്ണദേവന്റെ സാന്നിധ്യത്തിൽ. അപ്പം താൻ എങ്ങനെയാണോ തോതാപുരിയുടെ നിർദ്ദേശപ്രകാരം ആ മുറിയിലിരുന്ന്, തോതാപുരി എങ്ങനെയാണോ 3-ാം ദിവസം വന്ന് തുറന്നത്, അതേ സാഹചര്യമാണ് ഇവിടെ മാസ്റ്റർ മഹാശയനും ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. മാസ്റ്റർ മഹാശയൻ അവിടെ ഇരിക്കുന്നു, ശ്രീരാമകൃഷ്ണദേവൻ പുറത്ത് വന്നിരുന്ന് ഇത് കാണുന്നു. ഒരേ സാഹചര്യം. ഇപ്പം എത്രമാത്രമാണ് മാസ്റ്റർ മഹാശയൻ ആ ജന്മം എത്ര ഉത്കൃഷ്ടമായി മാറുകയാണ്. അങ്ങനെ ഒരാളാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം പകർത്തി തന്നത്. ഈ അനുഭവങ്ങളെല്ലാം സ്വയം അനുഭവിച്ച ഒരാളാണ് നമുക്കിതെല്ലാം തന്നത്. അതാണ് നമ്മൾ വളരെ ഭക്തിയോടുകൂടി നമുക്കിത് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. എത്ര മഹത്തരമാണ് ഈ വചനാമൃത വായനയുടെ വായനയിലൂടെ പോകുന്ന ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ആർജിക്കുന്ന മഹത്തരമായ ഭാഗ്യം, ആ പുണ്യം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പുണ്യം നമുക്കും കിട്ടാൻ എത്രമാത്രമായിരിക്കണം ഭഗവത് കൃപ നമുക്കും കിട്ടിയത്. മാസ്റ്റർ മഹാശയനെ ആ പഞ്ചവടി കുടീരത്തിൽ ഇരുത്തി സാധന ചെയ്യാൻ ഭഗവാൻ നിർദ്ദേശിച്ചത് നമുക്കും അനുഭവേദ്യമാകുന്ന തരത്തിൽ ആ അമൃതവചനങ്ങളും ആ സാന്നിധ്യവും ആ ഭക്തിയുടെ എല്ലാ ഘടനകളും ഈ വചനാമൃതത്തിലൂടെ പോകുന്ന നമുക്കും ലഭ്യമാകുകയാണ്. പൂർണ്ണമായും നമ്മൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും പുണ്യാത്മാക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഈ 8-ാം ദിവസവും അവസാനിക്കുകയാണ്. ഇനി 9-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 9-ാം ദിവസമായപ്പോഴേക്കും മാസ്റ്റർ മഹാശയൻ ആ 2 ദിവസത്തെ സാധന കഴിഞ്ഞ് പുറത്തു വരുന്നു. അത് നമുക്കിനി അടുത്ത ദിവസം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. നാമം ജപിക്കാം. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ.
പറയാം